ജ്യോതികുമാർ ചമക്കാല ജ്യോതികുമാർ ചമക്കാല ഒരുപക്ഷെ ഇത് വേണ്ടതുമാണ് എന്ന് തോന്നുന്നു. നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ രംഗം, പ്രത്യേകിച്ച് സർവകലാശാല ആകെ കുഴഞ്ഞു മറിഞ്ഞ സ്ഥിതിയാണ്. അവിടെ കാര്യങ്ങൾ മര്യാദയ്ക്ക് മുന്നോട്ട് പോകുന്നുണ്ടോ എന്ന് പോലും സംശയമാണ്. എന്താണ് ഈ കൂടിക്കാഴ്ചയുടെ റിസൾട്ടിനെ താങ്കൾ കരുതുന്നത്? ഇതൊരു ഒത്തുതീർപ്പ് എന്ന നിലയ്ക്കാണോ ഇതിനെ പരിഗണിക്കുന്നത്? ഇത് അടി ഉണ്ടാക്കിയവരല്ലേ ഒത്തുതീർപ്പാക്കി ഉണ്ടാക്കേണ്ടത്. അപ്പൊ അത് ഏതായാലും നല്ല കാര്യം. യൂണിവേഴ്സിറ്റിയെ സംബന്ധിച്ച് സമാധാനം പുലരേണ്ട പ്രദേശം തന്നെയാണ് എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. ഇവിടെ മന്ത്രി തന്നെ പത്രസമ്മേളനം നടത്തി പറഞ്ഞിരിക്കുന്നു, ഞാനാണ് വൈസ് ചാൻസലറുമായി സംസാരിച്ചത്, അതിന്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം വന്നത് എന്നൊക്കെ പറയുന്നു. നിങ്ങളിപ്പോൾ പറയുന്നത് 20 ദിവസമായി വൈസ് ചാൻസലറാണ്. അത് തെറ്റാണ്. വൈസ് ചാൻസലർ ലീവിലായിരുന്നു, വിദേശ രാജ്യങ്ങളിലായിരുന്നു. അദ്ദേഹം മടങ്ങി വന്ന് വീണ്ടും ചുമതല ഏറ്റെടുത്തത് 9-ാം തീയതിയാണ്. 9-ാം തീയതി വരെ ശിവസത്തോമസോട് വന്നിരുന്നു. 10 ദിവസത്തെ ഗ്യാപ്പാണ് ഉണ്ടായിട്ടുള്ളത്. ഈ 10 ദിവസത്തെ ഗ്യാപ്പിനിടയ്ക്ക് ഈ സംസ്ഥാനത്ത് പ്രത്യേകിച്ച് കേരള സർവകലാശാലയിൽ SFIയുടെയും DYFIയുടെയും നേതൃത്വത്തിൽ നടത്തിയുള്ള അതിക്രമങ്ങൾ, ആ സർവകലാശാല ആസ്ഥാനത്തുണ്ടാക്കിയ നാശനഷ്ടങ്ങൾ, ഇതൊക്കെ എന്തിനു വേണ്ടിയായിരുന്നു? ഒരു തർക്കം നടന്നിട്ടുള്ളത് രജിസ്ട്രാർഡ് സസ്പെൻഷനുമായി ബന്ധപ്പെട്ടാണ്. അത് കോടതിയിൽ പോയി. കോടതി ഒരു തീരുമാനം പറഞ്ഞു. തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ ആ സിൻഡിക്കേറ്റ് കൂടിയതുമായി ബന്ധപ്പെട്ട തീരുമാനത്തിന്റെ അതിന്റെ സാങ്ക്ടിറ്റിയെ സംബന്ധിച്ച് തീരുമാനിക്കാനുള്ള അവകാശം ചാൻസലർ കൊടുത്തു. ചാൻസലർ ഇത്രയും ദിവസമായി 6-ാം തീയതി 7-ാം തീയതി കേസ് പരിഗണിച്ചതാണ്. ഇത്രയും ദിവസമായിട്ട് ചാൻസലർ തീരുമാനം എടുത്തിട്ടില്ല എന്ന് പറയുമ്പോൾ ചാൻസലറുടെ ഭാഗത്ത് നിന്ന് വീഴ്ച ഉണ്ടായിട്ടുണ്ട്. ഇനി അതിന്റെ പേരിൽ കോടതിയിൽ നിൽക്കുന്ന ഒരു വിഷയത്തെ സംബന്ധിച്ച് എന്തിനായിരുന്നു സർവകലാശാല അടിച്ചു തീർന്നത്? ഏതായാലും ഒരു ഒത്തുതീർപ്പിന്റെ പാതയിലേക്ക് പോകുന്നു, നല്ല കാര്യം. പക്ഷേ പൊതുസമൂഹത്തോട് പറയണം, ഈ വിദ്യാർത്ഥികളുടെ ഭാവിയെ ഇരുട്ടിൽ നിർത്തിക്കൊണ്ട് ഇത്രയും കാലം ഇവർ ഈ സംഘർഷം ഉണ്ടാക്കി മുന്നോട്ട് പോയത് ആരുടെ താല്പര്യപ്രകാരമായിരുന്നു, എന്ത് നേടി എന്നുകൂടി പൊതുസമൂഹത്തോട് പറഞ്ഞിട്ട് വേണം അവർ കോംപ്രമൈസ് ചർച്ചയിൽ. ഈ പ്രതിഷേധം VC-യെ കാലുകുത്തിക്കാൻ അനുവദിക്കില്ല സർവകലാശാലകളിൽ നിന്നുള്ളതായിരുന്നു SFIയുടെ ബാനർ, മുദ്രാവാക്യമൊക്കെ. അപ്പോൾ ഇത് എങ്ങനെ അവസാനിച്ചു, എങ്ങനെ സമവായം ഉണ്ടായി, എന്തു നേടി, എന്ത് റിസൾട്ട് ആണെന്നൊക്കെയുള്ള പൊതുജനത്തിന്റെ ചോദ്യത്തിന് മറുപടി പറയേണ്ടതുണ്ട്. ശരിയാണ്. ഏറ്റവും പ്രധാനപ്പെട്ട ശ്രീ ജ്യോതികുമാർ ചമക്കാല സൂചിപ്പിച്ച അത് തന്നെയാണ്. എന്തു നേടി എന്നത് തന്നെയാണ്. നേടിയത് കുറേ ദിവസത്തെ സർവകലാശാല ഭരണസ്തംഭനം എന്നത് മാത്രമായി പരിണമിക്കുകയാണ്. ബുദ്ധിമുട്ട് അനുഭവിച്ച് സ്വാഭാവികമായിട്ടും അവിടുത്തെ വിദ്യാർത്ഥികളാണ്. രാഷ്ട്രീയ കാരണങ്ങളൊക്കെ പലതും പറയാമെങ്കിലും വളരെ നന്ദി ശ്രീ ജ്യോതികുമാർ ചമക്കാല പ്രതികരിച്ചതിന്.